Good morning. Today going to talk about challenges in operations management. ഓപ്പറേഷൻ മാനേജ്മെൻറ്റ് എന്നുള്ള സബ്ജക്റ്റിലെ ഫസ്റ്റ് യൂണിറ്റാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അതിലത്തെ ഒരു പോർഷനാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ചലഞ്ചസ്. ഓപ്പറേഷൻ മാനേജിൽ വരുന്ന മെയിൻ ആയിട്ടുള്ള ചലഞ്ചസ് എന്തൊക്കെയാണ്? ഫസ്റ്റ്, ഗ്ലോബലൈസേഷൻ. ഗ്ലോബലൈസേഷൻ ഈസ് ദ പ്രോസസ് ഓഫ് ഇൻട്രാക്ഷൻ ആൻഡ് ഇൻ്റഗ്രേഷൻ എമംഗ് പീപ്പിൾ, കമ്പനീസ് ആൻഡ് ഗവൺമെൻറ് ഓഫ് ഡിഫറെൻറ്റ് നാഷൻസ്. അതായത് ഗ്ലോബലൈസേഷൻ എന്ന് പറഞ്ഞാൽ മറ്റുള്ള കൺട്രികളായിട്ടുള്ള പീപ്പിളായിട്ടും കമ്പനികളായിട്ടും ഗവൺമെൻറ്റൊക്കെ ആയിട്ടുള്ള ഇൻട്രാക്ഷനെയാണ് നമ്മൾ ഗ്ലോബലൈസേഷൻ എന്ന് പറയുന്നത്. അതായത് അവിടുത്തെ ആൾക്കാർ ട്രാൻസ്ഫർ ചെയ്യുന്നു, മറ്റുള്ള കൺട്രിയിലേക്ക് പോകുന്നു. അതേപോലെ തന്നെ കമ്പനികൾ, അതേപോലെ തന്നെ ഗവൺമെൻറ്റിൻ്റെ അതോറിറ്റി കാര്യങ്ങളൊക്കെ നമ്മൾ ഇൻട്രാക്ട് ചെയ്യുകയാണ്, മറ്റുള്ള കൺട്രിയുമായിട്ട് ഇൻട്രാക്ട് ചെയ്യുന്നതാണ് ഗ്ലോബലൈസേഷൻ എന്ന് പറയുന്നത്. റിഡക്ഷൻ ഇൻ ട്രേഡ് ബാരിയേഴ്സ്, അഡ്വാൻസ്മെൻറ്റ് ഓഫ് ഇൻഫോർമേഷൻ ടെക്നോളജി ആൻഡ് ട്രാൻസ്പോർട്ടേഷൻ ടെക്നോളജി. ഇത് ട്രേഡ് ബാരിയേഴ്സ്, ബിസിനസ് നടത്തുന്നതിനുള്ള ട്രേഡ് നടത്തുന്നതിനുള്ള ബാരിയേഴ്സൊക്കെ എടുത്തു കളയുന്നു. അതേപോലെ തന്നെ ഇൻഫോർമേഷൻ ടെക്നോളജിയും ട്രാൻസ്പോർട്ടേഷൻ ടെക്നോളജിയൊക്കെ ഡെവലപ്പ് ചെയ്തുകൊണ്ട് വന്നിട്ടുള്ളതാണ് ഈ ഗ്ലോബലൈസേഷൻ എന്ന് പറയുന്നത്. ഓപ്പറേഷൻസ് മാനേജേഴ്സ് ഫേസ് കോമ്പറ്റീഷൻ ഫ്രം ദ കമ്പനി അക്രോസ് ദ സ്ട്രീറ്റ് ആസ് വെൽ ആസ് അക്രോസ് ദ കൺട്രി. അതായത് ഓപ്പറേഷൻ മാനേജേഴ്സിന് നമ്മുടെ കൺട്രിയിൽ നിന്ന് അക്രോസ് ദ സ്ട്രീറ്റ്, അതായത് അവനവൻ്റെ ഡൊമസ്റ്റിക് കൺട്രിയിൽ നിന്നും അതേപോലെ തന്നെ വേൾഡ്, അതായത് അക്രോസ് ദ കൺട്രി, നമ്മുടെ കൺട്രിക്ക് അപ്പുറമുള്ള സ്ഥലങ്ങളിൽ നിന്നൊക്കെ ഇതുപോലെ കോമ്പറ്റീഷൻസ് ഫേസ് ചെയ്യേണ്ടതായിട്ട് വരുന്നു. തിഷ്ത ബച്ചു, accounting professor at Curtin University in Australia, explained that companies to compete others abroad will have to improve quality while lowering price remain competitive. നമുക്ക് നമ്മുടെ പ്രൊഡക്റ്റിന് ഡിമാൻഡ് ഉണ്ടാവണമെങ്കിൽ അക്രോസ് ദ കൺട്രി, നമ്മുടെ കൺട്രിക്ക് പുറത്ത് നമ്മുടെ പ്രൊഡക്റ്റിന് ഡിമാൻഡ് ഉണ്ടാവണമെങ്കിൽ ഒന്നുകിൽ ഇമ്പ്രൂവ് ക്വാളിറ്റി വേണം, നല്ല ക്വാളിറ്റി വേണം, അല്ലെങ്കിൽ ലോവറിങ് പ്രൈസസ് വേണം. ഇത് രണ്ട് ഏതെങ്കിലും ഒന്നുണ്ടെങ്കിൽ മാത്രമാണ് നമ്മുടെ പ്രൊഡക്റ്റിന് ഡിമാൻഡ് ഉണ്ടാവുള്ളൂ. ദിസ് ഫാൾസ് ഓൺ ദ ഓപ്പറേഷൻ മാനേജർ ആസ് ഹി ഓർ ഷീ വൺ who engage in the four functions of planning, ഓർഗനൈസിങ്, ലീഡിങ് ആൻഡ് കൺട്രോളിങ്. അതായത് ഇങ്ങനെ വരുമ്പോഴാണ് നമുക്ക് ഓപ്പറേഷൻസ്, നമ്മുടെ പ്രവർത്തനങ്ങൾ ഏറ്റവും നല്ല രീതിയിലൊക്കെ അത് പ്ലാൻ ചെയ്യുമ്പോഴായാലും ഓർഗനൈസ് ചെയ്യുമ്പോഴായാലും ലീഡ് കൺട്രോൾ ചെയ്യുമ്പോഴൊക്കെ ഇങ്ങനെ ഒരു കോമ്പറ്റീറ്റീവ് മാർക്കറ്റിന് വേണ്ടിയിട്ടുള്ള രീതിയിലേക്ക് മാറ്റം വരുത്തേണ്ടതായിട്ട് വരുന്നത്. അപ്പോൾ അതാണ് ഗ്ലോബലൈസേഷൻ വന്നതോട് കൂടിയിട്ട് അക്രോസ് ദ കൺട്രി നമുക്ക് പ്രൊഡക്റ്റുകളൊക്കെ അവൈലബിൾ ആയി തുടങ്ങി. അപ്പോൾ നമ്മുടെ സ്ട്രീറ്റ്, ഓൺ ദ സ്ട്രീറ്റ് എന്ന് പറയുക, അക്രോസ് ദ സ്ട്രീറ്റ് നമ്മുടെ ഡൊമസ്റ്റിക് കൺട്രിയിൽ കിട്ടുന്ന പ്രൊഡക്റ്റുകൾക്ക് കുറച്ചുകൂടി ക്വാളിറ്റി ഇമ്പ്രൂവ് ചെയ്യേണ്ടതായിട്ട് വന്നു. അപ്പോൾ അത് ഓപ്പറേഷൻ മാനേജ്മെൻറ്റിന് വരുന്ന ഒരു ഡ്യൂട്ടിയാണ്. നെക്സ്റ്റ് വരുന്നത് ഒരു ചലഞ്ചസ് ആണ്, നമുക്ക് വരുന്ന ഒരു ചലഞ്ചസ് തന്നെയാണ്. ഇനി സസ്റ്റൈനബിലിറ്റി. നെക്സ്റ്റ് പോയിൻ്റാണ് സസ്റ്റൈനബിലിറ്റി. ബിസിനസ് ഓപ്പറേഷൻ സസ്റ്റൈനബിലിറ്റി ഡിഫൈൻഡ് ആസ് ദ മെത്തേഡ് ഓഫ് ഇവാലുവേറ്റിംഗ് വെദർ എ ബിസിനസ് ക്യാൻ മെയിൻറ്റെയിനിങ് എക്സിസ്റ്റിംഗ് പ്രാക്ടീസ് വിത്തൗട്ട് പുട്ടിംഗ് ഫ്യൂച്ചർ റിസോഴ്സസ് അറ്റ് റിസ്ക്. സസ്റ്റൈനബിലിറ്റി എന്ന് പറഞ്ഞാൽ നിലനിർത്തി കൊണ്ടുപോകും, ബിസിനസ് സ്ഥാപനം നിലനിർത്തി കൊണ്ടുപോകുക എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഡിഫിക്കൽട്ട് ടാസ്ക്കാണ്. അതിന് ഇപ്പോഴുള്ള മെത്തേഡുകൾ, എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള പ്രാക്ടീസസുകൾ, നമ്മൾ ഫോളോ ചെയ്യുന്ന മെത്തേഡുകളൊക്കെ ഇപ്പോഴും ഇവാലുവേറ്റ് ചെയ്തുകൊണ്ടിരിക്കണം. ഫ്യൂച്ചറിൽ ഈ റിസോഴ്സസ് അവൈലബിൾ ആണോ, നമുക്ക് ആ റിസ്ക് ഫേസ് ചെയ്യാൻ പറ്റും. അതായത് നമ്മളിപ്പോൾ കൊടുക്കുന്ന പ്രൊഡക്റ്റിനേക്കാളും കുറച്ചുകൂടി ക്വാളിറ്റി ഇമ്പ്രൂവ് ചെയ്തിട്ട് ഫ്യൂച്ചറിൽ നമുക്ക് കൊടുക്കാം, പക്ഷേ കുറഞ്ഞ ക്വാളിറ്റി കൊടുക്കാനായിട്ട് പറ്റില്ല. അങ്ങനെയാണെങ്കിൽ ബിസിനസ് നിലനിർത്താനായിട്ട് സാധിക്കില്ല. അപ്പോൾ നമ്മൾ എപ്പോഴും നമ്മൾ ചെയ്യുന്ന ആ പ്രോസസ്സ് ഇമ്പ്രൂവ് ചെയ്തിട്ട് അപ്ഡേറ്റ് ചെയ്തിട്ട് കൊണ്ടുവരിക്കേണ്ടത് അത്യാവശ്യമാണ്. അല്ലെങ്കിൽ ഓവർടേക്ക് ചെയ്തിട്ട് മറ്റുള്ള കോമ്പറ്റീറ്റർ ആയിട്ടുള്ള കമ്പനി രംഗത്ത് വരും. അപ്പോൾ നമ്മുടെ ബിസിനസ് സ്ഥാപനത്തിൻ്റെ നിലനിൽപ്പിനെ അത് എഫക്റ്റ് ചെയ്യും. വെൻ ഡിസ്കസിങ് ദ കോൺസെപ്റ്റ് ഓഫ് സസ്റ്റൈനബിലിറ്റി, ഇറ്റ് ഈസ് ഓഫൺ റെഫർ ടു 3 pillars ഓഫ് സസ്റ്റൈനബിലിറ്റി വിച്ച് ആർ സോഷ്യൽ, എൻവയോൺമെൻറ്റൽ ആൻഡ് ഇക്കണോമിക് ഫാക്ടേഴ്സ്. സോഷ്യൽ ഫാക്ടേഴ്സ് ഉണ്ട്, എൻവയോൺമെൻറ്റൽ ഫാക്ടേഴ്സ് ആൻഡ് ഇക്കണോമിക്. Operation manager must concern themselves in the outcome of each of the pillars, including how their work affect safety, welfare and communities and environment, economic stability, sustainability. അതായത് നമുക്ക് നമ്മുടെ ഓപ്പറേഷൻ മാനേജേഴ്സ് ശ്രദ്ധിക്കേണ്ടത് സേഫായിട്ടും വെൽഫെയർ ആയിട്ടും കമ്മ്യൂണിറ്റിക്കും എൻവയോൺമെൻറ്റിനും ഒക്കെ സ്യൂട്ടബിൾ ആവുന്ന രീതിയിൽ വേണം നമ്മുടെ പ്രൊഡക്റ്റുകൾ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാനും ഓർഗനൈസേഷൻ നടത്തി കൊണ്ടുപോകാനും. അതാണ്, അങ്ങനെയാണെങ്കിൽ മാത്രമേ നമുക്ക് സസ്റ്റെയിൻ ചെയ്ത് നിൽക്കാനായിട്ട് പറ്റുള്ളൂ. നെക്സ്റ്റ് വരുന്നതാണ് ethical conduct. Ethic is defined as a subset of business ethics that is meant to ensure the production function or activities not damaging either in the consumer or the society. നമ്മൾ എത്തിക്കൽ കോൺസെപ്റ്റ് എന്ന് പറയുന്നത് ഇതാണ്, കൺസ്യൂമർക്കോ സൊസൈറ്റിക്കോ ഡാമേജ് ഉണ്ടാക്കുന്ന തരത്തിലുള്ള ഒരു ആക്ടിവിറ്റീസും ഉണ്ടാവാനായിട്ട് പാടില്ല. Unethical behavior has significantly contributed to the demise of successful corporations.
അതായത് അൺഎത്തിക്കലായിട്ടുള്ള ബിഹേവിയർ ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് എന്തുണ്ടാവും, ബിസിനസ്സിന് നഷ്ടം ഉണ്ടാവാനായിട്ടുള്ള സാധ്യത. അപ്പോൾ എത്തിക്കൽ ബിഹേവിയർ നമ്മൾ കൃത്യമായിട്ട് ഫോളോ ചെയ്യണം. ഈ എത്തിക്കൽ അക്രോസ് ഓൾ ബിസിനസ് ഫംഗ്ഷൻ സച്ച് ആസ് അക്കൗണ്ടിങ്, ഹ്യൂമൻ റിസോഴ്സ്, മാർക്കറ്റിംഗ്, സെയിൽസ് ആൻഡ് പ്രൊഡക്ഷൻ ക്ലിയർലി വിത്തിൻ ദ പെർവ്യൂ ഓഫ് ദ ഓപ്പറേഷൻ മാനേജർ. ഇതൊക്കെ ഓപ്പറേഷൻ മാനേജറുടെ പരിധിയിൽ വരുന്ന കാര്യങ്ങളാണ്. അതൊക്കെ കൃത്യമായിട്ട് ഇവാലുവേറ്റ് ചെയ്തിട്ട് വേണം ചെയ്യാനായിട്ട്. നെക്സ്റ്റ് വരുന്നതാണ് ഇഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ. കമ്മ്യൂണിക്കേഷനാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫാക്ടർ. കൺസിസ്റ്റൻ്റ് ആൻഡ് ഇഫക്റ്റീവ് വെൻ കമ്മ്യൂണിക്കേറ്റിംഗ് ദ ഡിഫിക്കൽട്ട് ടു എനി പൊസിഷൻ വിത്തിൻ ദ ഓർഗനൈസേഷൻ. നമുക്കറിയാം, കറക്റ്റായിട്ട് പ്രോപ്പറായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്താൽ മാത്രമേ ഇൻറ്റേർണലായിട്ടും എക്സ്റ്റേണലായിട്ടുള്ള സ്റ്റേക്ക് ഹോൾഡേഴ്സ്, നമ്മുടെ സ്ഥാപനം നിലനിർത്തണമെന്ന് ആഗ്രഹമുള്ള ആൾക്കാർക്ക് കൃത്യമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്താൽ മാത്രമേ, നല്ല രീതിയിൽ മെസ്സേജ് ചെയ്താൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, മിസ്അണ്ടർസ്റ്റാൻഡിംഗ് ഒന്നും ഇല്ലാതെ ബിസിനസ് നടത്തിക്കൊണ്ട് പോകാനായിട്ട് പറ്റുള്ളൂ. മാസ്റ്ററിങ് ഓറൽ, റിട്ടേൺ ആൻഡ് നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ ഈസ് ഇൻ്റഗ്രൽ മേക്കിംഗ് ഡേ ടു ഡേ ഓപ്പറേഷൻസ് റൺ സ്മൂത്ത്ലി. ഓരോരുത്തർക്കും എന്ത് വർക്ക് ചെയ്യണം എന്നുള്ളത് കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കണം. അതേപോലെ തന്നെ ഡയറക്റ്റ് ചെയ്യണം, മുൻകൂട്ടി അറിയിക്കേണ്ടതാണെങ്കിൽ പ്രീവിയസ് ആയിട്ട് മുൻകൂട്ടി ഇൻഫോം ചെയ്യണം. അപ്പോൾ ഇഫക്റ്റീവ് ആൻഡ് എഫിഷ്യൻറ്റ് കമ്മ്യൂണിക്കേഷൻ ഈസ് ഓൾസോ നെസറി ഫോർ ബിൽഡിംഗ് എംപ്ലോയി മൊറൈൽ ആൻഡ് ഡീപ്പനിങ് ട്രസ്റ്റ് വിത്ത് മാനേജ്മെൻറ്റ്. എംപ്ലോയീസും അതേപോലെ തന്നെ മാനേജ്മെൻറ്റിൽ ട്രസ്റ്റ് ചെയ്യാനൊക്കെ ആയിട്ട് ഇഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ ആവശ്യമാണ്. അതായത് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതിനനുസരിച്ചാണ്, അതോറിറ്റീസ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതിനനുസരിച്ചാണ് വർക്കേഴ്സ്, എംപ്ലോയീസ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ കൃത്യമായിട്ട് പ്രോപ്പറായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ കൊടുത്തു കഴിഞ്ഞാൽ അവരതേപോലെ കൃത്യമായിട്ട് വർക്ക് ചെയ്തോളും. അല്ല, കമ്മ്യൂണിക്കേഷനിൽ എന്തെങ്കിലും ഗ്യാപ്പ് വന്നു കഴിഞ്ഞാൽ അത് നമ്മുടെ ബിസിനസ്സിനെ വളരെയധികം എഫക്റ്റ് ചെയ്യും. നെക്സ്റ്റ്, അതൊക്കെയാണ് ഇത് മെയിനായിട്ട് ചലഞ്ചസ് ആയിട്ട് വരുന്നത്. ഇൻ കീ ഇഷ്യൂ ഇൻ ദ സിസ്റ്റം ഡിസൈൻ. ഇൻ കീ ഇഷ്യൂ ഇൻ ദ ഓപ്പറേഷൻ ബ്ലോക്ക് ഡീറ്റെയിലിംഗ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ സിസ്റ്റം ഡിസൈൻ ആൻഡ് ഓപ്പറേഷൻ മാനേജ്മെൻറ്റ്. നമ്മൾ സിസ്റ്റംസ്, കമ്പ്യൂട്ടർ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ കുറേ കാര്യങ്ങളൊക്കെ ഇപ്പോൾ ചെയ്യുന്നത്. ദ മെയിൻ തീം ഈസ് ദാറ്റ് ഓർഗനൈസേഷൻ മസ്റ്റ് ഡെവലപ്പ് സിസ്റ്റം കേപ്പബിൾ ഓഫ് പ്രൊഡ്യൂസിങ് ക്വാളിറ്റി ഗുഡ്സ് ആൻഡ് സർവീസ് ടു ഡിമാൻഡഡ് ക്വാണ്ടിറ്റീസ് ആൻഡ് ആക്സെപ്റ്റബിൾ ടൈം ഫ്രെയിം. നമുക്ക് കൃത്യമായ സമയത്തിനുള്ളിൽ, ആ പരിധിക്കുള്ളിൽ കൃത്യമായിട്ട് വർക്കുകൾ കംപ്ലീറ്റ് ചെയ്യാനായിട്ട് നമ്മളിപ്പോൾ കമ്പ്യൂട്ടർ സിസ്റ്റംസ് ഉപയോഗിക്കുന്നുണ്ട്. അപ്പം നമ്മുടെ സ്ഥാപനത്തിന് സ്യൂട്ടബിൾ ആവുന്ന രീതിയിൽ അതിലെന്ത് ചെയ്തിരിക്കണം, നമ്മൾ പ്ലാനിങ്ങും കാര്യങ്ങളും അതിൻ്റെ സോഫ്റ്റ്വെയറുകൾ, നമ്മുടേതായിട്ടുള്ള സോഫ്റ്റ്വെയറുകളൊക്കെ നമ്മൾ പ്രിപ്പയർ ചെയ്യാറുണ്ട്. അപ്പോൾ അതൊക്കെ നമുക്ക് കൃത്യമായിട്ട് ചെയ്തിട്ടുണ്ടാകും. ഡിസൈനിങ് ദ സിസ്റ്റം, പ്ലാനിങ് ദ സിസ്റ്റം ആൻഡ് മാനേജിങ് സിസ്റ്റം പ്രസൻറ്റ് വൈഡ് വെറൈറ്റി ഓഫ് ചലഞ്ചസ് ടു ഈവൻ മോസ്റ്റ് സാവി ഓപ്പറേഷൻ മാനേജേഴ്സ്. അതായത് നല്ല ബുദ്ധിയുള്ള ഓപ്പറേഷൻ മാനേജേഴ്സിനെ നമുക്കിപ്പോൾ ആവശ്യമാണ്. സിസ്റ്റമൊക്കെ കൃത്യമായിട്ട് ചെയ്യാനും നമ്മുടെ സ്ഥാപനത്തിന് അനുയോജ്യമായ രീതിയിൽ ആ സോഫ്റ്റ്വെയറുകൾ ഡെവലപ്പ് ചെയ്യാനൊക്കെ അറിയുന്ന ആൾക്കാർ നമുക്കിപ്പോൾ ആവശ്യമായിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് മെയിനായിട്ട് നമ്മുടെ ഓപ്പറേഷൻ മാനേജ്മെൻറ്റിൽ വരുന്ന ചലഞ്ചസ് എന്ന് പറയുന്നത്. ഓക്കെ, താങ്ക് യു.